ഹലോ എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സിൽ നിന്ന് എങ്ങനെയാണ് അളവെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ബോഡിയിൽ നിന്ന് അളവെടുക്കുന്നത് കാണിക്കാം. ബിഗിനേഴ്സ് ആണെങ്കിൽ കോട്ടൺ ഡ്രസ്സ് അളവെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ഒരു ഷിഫോണിന്റെ ഒരു ഫ്രോക്കാണ് എടുത്തിട്ടുള്ളത്. അളവ് ഡ്രസ്സ് നന്നായിട്ട് അയൺ ചെയ്തിട്ട് വേണം അതിൽ നിന്ന് അളവെടുക്കാൻ. ഫസ്റ്റ് ഫുൾ ലെങ്ത് എടുക്കാം. ഫുൾ ലെങ്ത് എടുക്കുമ്പോൾ ഈ ഷോൾഡറിന്റെ സെന്ററിൽ ടാപ്പ് വെച്ചിട്ട് വേണം അളവെടുക്കാൻ. അപ്പൊ എനിക്ക് 26 ഇഞ്ചസ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതനുസരിച്ചിട്ട് ലെങ്ത് എടുക്കാം. എനിക്ക് ഫുൾ ലെങ്ത് 26 ഇഞ്ചസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഞാനത് നോട്ട് ചെയ്യാണ്. ഇതിന്റെ കൂടെ എത്രയാണ് തയ്യൽ തുമ്പ് കൂട്ടേണ്ടതെന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അടുത്തത് ഫുൾ ഷോൾഡർ ആണ് എടുക്കുന്നത്. സ്ലീവിന്റെ ഈ ജോയിന്റ് മുതൽ അടുത്ത ജോയിന്റ് വരെയുള്ള അളവാണ് ഷോൾഡർ ആയിട്ട് എടുക്കുന്നത്. അങ്ങനെ എനിക്ക് 9 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലും പോയിട്ടുണ്ട്. അപ്പൊ രണ്ട് സൈഡിലും 1/2 ഇഞ്ച് വെച്ചിട്ട് ടോട്ടൽ 1 ഇഞ്ച് സ്ലീവിന് വേണ്ടിയിട്ട് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അത് ഈ ഷോൾഡറിന്റെ കൂടെ ആഡ് ചെയ്യണം. അങ്ങനെ 9 ഇഞ്ചിന്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 10 ഇഞ്ചാണ് ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഈ 10 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടുള്ള അളവാണ്. അതുകൊണ്ട് ഇതിന്റെ കൂടെ ഇനി എക്സ്ട്രാ തയ്യൽ തുമ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ആം ഹോളിന്റെ അളവെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്ലീവിന്റെ ഈ രണ്ട് ജോയിനിങ്ങിനും നേരെയായിട്ട് ഇതുപോലെ ഇങ്ങനെ സ്കെയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷോൾഡറിന്റെ ഈ എൻഡിൽ നിന്നും താഴോട്ടേക്ക് എത്രയാണ് ലെങ്ത് വരുന്നത് നോക്കാം. അപ്പോൾ 5 ഇഞ്ചാണ് കിട്ടുന്നത്. ഇതിന്റെ കൂടെ ഷോൾഡർ ജോയിനിങ്ങിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോയിട്ടുണ്ടാവും. അതുകൂടി ആഡ് ചെയ്യണം. അപ്പോൾ 5.5 ഇഞ്ചാണ് ആം ഹോൾ ആയിട്ട് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്കെയിൽ ഇല്ലെങ്കിൽ ഷോൾഡറിന്റെ അവിടെ ഇങ്ങനെ ടാപ്പ് വെക്കുക. എന്നിട്ട് ഇവിടെ ഈ ജോയിനിങ്ങിന്റെ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കുക. അപ്പൊ എത്രയാണ് ടച്ച് ചെയ്യുന്നത് നോക്കാം. അങ്ങനെ 5 ഇഞ്ച് തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നത്. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിനോട് 1/2 ഇഞ്ചാണ് ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ 5 ഇഞ്ചിനോട് 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 5.5 ഇഞ്ചാണ് ആം ഹോൾ ആയിട്ട് നോട്ട് ചെയ്യുന്നത്. ഇനി ചെസ്റ്റ് റൗണ്ടിന്റെ അളവാണ് എടുക്കുന്നത്. സ്ലീവ് എൻഡ് ചെയ്യുന്ന ഈ അറ്റം മുതൽ ഇപ്പുറത്തെ അറ്റം വരെയാണ് ചെസ്റ്റ് റൗണ്ടിന് വേണ്ടിയിട്ട് അളവെടുക്കേണ്ടത്. അപ്പൊ എനിക്ക് 12 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഫ്രണ്ടിൽ മാത്രമുള്ള അളവാണ്. ഇതേപോലെ തന്നെ ബാക്കിലും ഉണ്ടാവും. അപ്പോൾ 12ന്റെ ഇരട്ടി 24 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത്. ഡ്രസ്സിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ചെസ്റ്റ് റൗണ്ടിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അത് ഞാൻ എല്ലാ അളവുകളും മാർക്ക് ചെയ്തതിനു ശേഷം ലാസ്റ്റ് പറയാം. ഇപ്പൊ ഞാൻ അളവിന് എടുത്തിട്ടുള്ളത് ഒരു ഫ്രോക്കാണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ മുകൾ ഭാഗവും താഴെ ഭാഗവും തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ മുകൾ ഭാഗത്തിന് പറയുന്നത് യോക്ക് പാർട്ട് എന്നാണ്. അതുപോലെ താഴെ ഭാഗത്തിന് സ്കേർട്ട് പാർട്ട് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ യോക്കിന്റെ ലെങ്ത് എടുക്കേണ്ടതുണ്ട്. ഷോൾഡറിന്റെ ഈ സെന്റർ മുതൽ ജോയിന്റ് വരുന്ന ഇവിടെ വരെയാണ് ലെങ്ത് എടുക്കേണ്ടത്. അപ്പൊ എനിക്ക് 9 ഇഞ്ചാണ് ലെങ്ത് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോയിട്ടുണ്ട്. അതേപോലെ ഈ യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോയിട്ടുണ്ട്. അങ്ങനെ 9 ഇഞ്ചിന്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് 10 ഇഞ്ചാണ് യോക്കിന്റെ ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഈ ഒരു ലെങ്തിനെ യോക്ക് ലെങ്ത് അല്ലെങ്കിൽ വേസ്റ്റ് ലെങ്ത് എന്ന് പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എയർലൈൻ ഡ്രസ്സാണ് അളവിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് യോക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ ആകുമ്പോൾ കിഡ്സിന്റെ മെഷർമെന്റ് ചാർട്ട് വെച്ചിട്ട് നമുക്ക് യോക്കിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ലെങ്തിലുള്ള മെഷർമെന്റ് ആണ് നമ്മൾ വേസ്റ്റിന്റെ റൗണ്ട് ആയിട്ട് എടുക്കേണ്ടത് കേട്ടോ. കിഡ്സിന്റെ സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ചാർട്ട് ഞാൻ ഇനിയുള്ള വീഡിയോസിൽ കാണിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ഇപ്പോൾ ജോയിന്റ് വരുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് വേസ്റ്റ് എവിടെയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ ജോയിന്റിന്റെ ഇപ്പുറത്തെ സൈഡ് മുതൽ അപ്പുറത്തെ സൈഡ് വരെയുള്ള വിഡ്ത്താണ് എടുക്കേണ്ടത്. അപ്പൊ എനിക്ക് 11 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിലെ അളവാണ് 11 ഇഞ്ച്. അപ്പൊ ബാക്ക് സൈഡ് കൂട്ടുമ്പോൾ അതിന്റെ ഇരട്ടി 22 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ യോക്ക് പാർട്ടിന്റെ ലെങ്ത് നമ്മൾ അളന്നെടുത്തിട്ടുണ്ട്. പക്ഷെ സ്കേർട്ട് പാർട്ടിന്റെ ലെങ്ത് ഇതുപോലെ അളക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഫുൾ ലെങ്ത് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് യോക്കിന്റെ ലെങ്ത് മൈനസ് ചെയ്താൽ നമുക്ക് സ്കേർട്ട് പാർട്ടിന്റെ ലെങ്ത് കിട്ടും. ഇനി നെക്കിന്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെയാണ് എടുക്കേണ്ടത്. അപ്പൊ മറ്റേ ഡ്രസ്സ് കോളർ ആയതുകൊണ്ട് തന്നെ അളവെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ വേറെ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. നെക്ക് ലെങ്ത്തും നെക്ക് വിഡ്ത്തും ഒക്കെ ഡ്രസ്സ് തന്നെ എടുക്കാൻ നിർബന്ധമില്ല. നമുക്ക് സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ചാർട്ട് വെച്ചിട്ടും എടുക്കാവുന്നതാണ്. നെക്ക് വിഡ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഷോൾഡർ നമ്മൾ കറക്റ്റ് പൊസിഷനിൽ വെക്കണം. എന്നിട്ട് ഇതുപോലെ മുകൾ ഭാഗത്ത് ടാപ്പ് വെച്ച് നോക്കാം. അപ്പൊ എനിക്ക് 5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പൊ ഇത് ഫുള്ളായിട്ട് നിവർത്തി വെച്ചപ്പോഴുള്ള അളവാണ്. നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ മടക്കിയിട്ടാണ് മാർക്ക് ചെയ്യുക. അപ്പൊ ഈ 5 ഇഞ്ചിന്റെ പകുതി 2.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്. നെക്ക് ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നെക്കിന്റെ ഈ അറ്റത്ത് ഇതുപോലെ ടാപ്പ് വെക്കാം. ഈ നെക്കിന്റെ ഈ റൗണ്ട് വരുന്നതിന്റെ നേരെ എത്രയാണോ വരുന്നത് അതാണ് നെക്ക് ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ എനിക്ക് 2.25 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അതിന്റെ കൂടെ ഷോൾഡർ ജോയിനിങ്ങിന് 1/2 ഇഞ്ച് പോയിട്ടുണ്ട്. അതുകൂടി ആഡ് ചെയ്യണം. അങ്ങനെ 3.25 ഇഞ്ചാണ് നെക്കിന്റെ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്.
നെക്ക് ലെങ്ത് എടുക്കാൻ വേറൊരു മെത്തേഡ് കാണിക്കാം. ഇതുപോലെ ഇങ്ങനെ ടാപ്പ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നെക്കിന്റെ ലെങ്ത്തിന് കണക്കായിട്ട് ഇതുപോലെ ടാപ്പ് മടക്കി കൊടുക്കാം. അപ്പോൾ ടാപ്പിൽ ഈ മടക്കി വരുന്നത് എത്രയാണോ അതാണ് നെക്ക് ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ എനിക്ക് ഇങ്ങനെ നോക്കിയപ്പോഴും 2.25 ഇഞ്ച് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ കിട്ടിയിട്ടുള്ള ലെങ്ത്തിനോട് 1/2 ഇഞ്ച് ആഡ് ചെയ്യണം. അങ്ങനെ 3.25 ഇഞ്ചാണ് നെക്ക് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. ഇതുപോലെ ബാക്ക് നെക്ക് ലെങ്ത്തും എടുക്കാം. ബാക്ക് നെക്ക് ലെങ്ത് 2.5 ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷെ എനിക്ക് ഇത്രയും വൈഡ് നെക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ 2 ഇഞ്ച് ആയിട്ടാണ് കേട്ടോ അതെടുക്കുന്നത്. ബാക്ക് നെക്ക് ലെങ്ത് ഞാൻ 2 ഇഞ്ചാണ് എടുക്കുന്നത്. അതിന്റെ കൂടെ 1/2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് 2.5 ഇഞ്ചാണ് കേട്ടോ നോട്ട് ചെയ്യുന്നത്. ഇനി സ്ലീവ് ലെങ്ത് നോക്കാം. സ്ലീവിന്റെ ഈ ജോയിനിങ് മുതൽ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതുവരെയാണ് നോക്കേണ്ടത്. അപ്പൊ ഞാൻ 4 ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത്. 4 ഇഞ്ച് കിട്ടുന്ന ആ ഒരു ഭാഗത്തെ വിഡ്ത് കൂട്ടിയെടുക്കണം. ഇതിനെ സ്ലീവ് ഓപ്പണിംഗ് എന്നാണ് പറയുന്നത്. സ്ലീവ് ഓപ്പണിങ്ങും എനിക്ക് 4 ഇഞ്ച് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ലീവിന്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അവിടുത്തെ വിഡ്താണ് സ്ലീവ് ഓപ്പണിംഗ് ആയിട്ട് എടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ അളവുകളെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രസ്സിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇതിൽ വരുത്തേണ്ടതെന്ന് നോക്കാം. ഫുൾ ലെങ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 26 ഇഞ്ചാണ്. അതിന്റെ കൂടെ ഈ ഷോൾഡർ ജോയിന്റിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ചും താവ് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ചും കൂടി ആഡ് ചെയ്യണം. അങ്ങനെ ടോട്ടൽ 1.5 ഇഞ്ചാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 26ന്റെ കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ 27.5 ഫുൾ ലെങ്ത് കിട്ടുന്നത്. തുണിയിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ തയ്യൽ തുമ്പോടി കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ള ഷോൾഡറിന്റെ അളവ് ഫുൾ ഷോൾഡർ ആണ്. അപ്പൊ നമ്മൾ മെറ്റീരിയൽ ഹാഫ് ആക്കിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫുൾ ഷോൾഡറിനെ ഹാഫ് ആക്കണം. അപ്പോൾ 10 ഇഞ്ചാണ് ഫുൾ ഷോൾഡർ കിട്ടിയിട്ടുള്ളത്. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 5 ഇഞ്ചാണ് ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ആം ഹോളിന്റെ കൂടെ ഓൾറെഡി നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി തയ്യൽ തുമ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ചെസ്റ്റ് റൗണ്ടിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ മെറ്റീരിയൽ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് 24 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത്. ഇത് നമ്മൾ ഡ്രസ്സിൽ എടുത്ത അളവായത് കൊണ്ട് തന്നെ ഇതിന്റെ കൂടെ നമുക്ക് കംഫർട്ടിന് വേണ്ടിയിട്ട് ലൂസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബോഡിയിൽ നിന്ന് എടുക്കുന്ന അളവാണെങ്കിൽ നമുക്ക് ലൂസ് ആഡ് ചെയ്യാം. അത് ഞാൻ ആ ഒരു ക്ലാസ്സിൽ പറയാം കേട്ടോ. യോക്ക് ലെങ്ത്തും നമ്മൾ ഓൾറെഡി തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ കൂടെ ഇനി എക്സ്ട്രാ തയ്യൽ തുമ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെസ്റ്റ് റൗണ്ട് ചെയ്ത പോലെ തന്നെ വേസ്റ്റ് റൗണ്ടും 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത്. നെക്ക് ലെങ്ത് നമ്മൾ ഓൾറെഡി തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ തയ്യൽ തുമ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്ലീവിന്റെ ലെങ്ത് 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ കൂടെ സ്ലീവും ആംഹോളും തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ചും സ്ലീവിന്റെ അറ്റം മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ചും ആഡ് ചെയ്യണം. അങ്ങനെ ടോട്ടൽ 1.5 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവ് ഓപ്പണിംഗിന്റെ കൂടെ നമ്മൾ ലൂസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് സെയിം അതുപോലെ തന്നെ മാർക്ക് ചെയ്താൽ മതിയാവും. അങ്ങനെ നമ്മൾ ഡ്രസ്സിൽ നിന്ന് അളവെടുക്കുന്നത് പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് അളവെടുത്തിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത് കാണിച്ചു തരാം. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.